നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുരുകന് സുഖമാണല്ലോ അല്ലേ? എന്റെ കൺമുന്നിൽ നിൽക്കുന്ന കൃഷ്ണന്റെ അനുജൻ മുരുകനോടാണ് എന്റെ ചോദ്യം, സുഖമാണോ എന്ന്. സുഖമാണ് തിരുമേനി. ഇപ്പോ എവിടെയാ താമസം? എന്ത് ചെയ്യുന്നു? തിരുമേനി ക്ഷമിക്കണം. ഞാൻ എവിടെ ജീവിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും ആരും അറിയണ്ട. ചാമുണ്ടേശ്വരിയെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒരിക്കലും ഒരു തിരിച്ചുവരവ് വേണമെന്ന് ആഗ്രഹിച്ചതല്ല. ഇതൊരു നിശ്ചയമായിരിക്കാം. അതുകൊണ്ട് വന്നു. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു നേടാനല്ല, അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. വന്നതുപോലെ തന്നെ ആരും അറിയാതെ ഞാൻ തിരിച്ചു പൊയ്ക്കോളാം. എന്താ മുരുക, എന്തിനാണ് ഈ ഒളിവ് ജീവിതം? നാട്ടിലുള്ളവർ എല്ലാം മറന്നു കഴിഞ്ഞു. ഈ നാട് ചെവി കോർക്കുന്നത് പോലും ഇപ്പൊ നിന്റെ ചേട്ടൻ കൃഷ്ണ മുതലാളിയുടെ വാക്കുകൾക്കാ. ആ തിരുവായ്ക്കൊരു എതിർവായില്ലാത്ത പുല്ലാറ്റിൻകരയിൽ എല്ലാവരും എല്ലാം മറന്നിട്ടും മുരുകൻ മാത്രം എന്തിന് ഇങ്ങനെ അജ്ഞാതവാസത്തിലാവണം? ഈ നാട്ടിലുള്ളവരെല്ലാവരും എല്ലാം മറന്നിട്ടുണ്ടാവും. പക്ഷേ എനിക്കങ്ങനെ അങ്ങ് മറന്നു കളയാൻ പറ്റില്ലല്ലോ. ഞാൻ, എന്റെ ഭാര്യ, അതിലൊതുങ്ങുന്ന ഒരു ചെറിയ ജീവിതം, അങ്ങനെ അങ്ങ് പോവുക. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് മാത്രമാ ഇവിടേക്ക് വന്നത്. ദയവ് ചെയ്ത് ഞാനിവിടെ വന്ന വിവരം ആരോടും പറയരുത്. എന്താ മുരുക ഇങ്ങനെയൊക്കെ പറയുന്നത്? കൃഷ്ണന്റെ കാര്യം തന്നെ ആലോചിച്ചു നോക്ക്. സ്വന്തമെന്നും ബന്ധമെന്നും പറയാൻ കൃഷ്ണന് നീയല്ലാതെ മറ്റാരാ ഉള്ളത്? നിങ്ങൾ ഒന്നിക്കുന്നതല്ലേ നല്ലത്? അത് വേണ്ട തിരുമേനി, ഒന്നും ആരും അറിയണ്ട. ഇത്രയും നാൾ എങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പോയാൽ മതി. ഈ ചാമുണ്ടേശ്വരിയുടെ മുന്നിൽ വെച്ച് തിരുമേനി എനിക്കൊരു ഉറപ്പ് തരണം, ഒന്നും ആരോടും പറയില്ലെന്ന്. പറയ് തിരുമേനി, ഞാനിവിടെ വന്ന വിവരം എങ്ങനെയെങ്കിലും അറിഞ്ഞ് കൃഷ്ണൻ ചേട്ടൻ വന്ന് ചോദിച്ചാ തിരുമേനി സത്യം പറയൂ. പൊങ്കാലയിടാനുള്ള തീർത്ഥജലമാണ്. ഈ വെള്ളം ഉപയോഗിച്ച് വേണം പൊങ്കാലയിടാൻ. വാങ്ങിച്ചോളൂ. ഞാൻ മുരുകനാണെന്ന് തുറന്ന് സമ്മതിച്ച ഒരേ ഒരാൾ തിരുമേനിയ. തിരുമേനിയുടെ നാവിൽ നിന്ന് ഇത് മറ്റൊരാൾ അറിയരുത്. പൊയ്ക്കൊള്ളൂ. സുന്ദരി മാഡം ആണല്ലോ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ലത. എന്തായി, അമ്പലത്തിലെത്തിയോ? എത്തി മാഡം. ഞാനും ഏട്ടനും ഉണ്ട്. ഏട്ടൻ ശ്രീകോവിലിൽ നിൽക്കുവാ. ഞാനിവിടെ പൊങ്കാലയിടാനുള്ള ഒരുക്കങ്ങൾ നടത്തുവാ. പൊങ്കാലയ്ക്ക് മുന്നേ ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ചില്ലേ? തൊഴുത് പ്രാർത്ഥിച്ചു. ആ രൂപം കണ്ടപ്പോ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് മനസ്സ് പറയുന്നു. ലതയുടെ മനസ്സില് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ
ആ ആഗ്രഹം നടന്നിരിക്കും. അതാ ചാമുണ്ടേശ്വരി. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നവളാ ഞാൻ. എനിക്കെന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ പ്രാർത്ഥിക്കുന്നത് പുല്ലാറ്റിൻകരയിലെ ആ ചാമുണ്ടേശ്വരിയോടാ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച നമ്മുടെ പ്രാർത്ഥന സത്യസന്ധമാണെങ്കിൽ ആ ദേവി അത് സാധിച്ചു തരും, ഉറപ്പാ. പൊങ്കാലയിട്ട് ദേവിക്ക് നിവേദ്യം നടത്തി പ്രസാദവും വാങ്ങിയിട്ടേ വരാവൂ. അതെന്തായാലും അങ്ങനെ ചെയ്യൂ. ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടി തന്നെ മാറ്റി വെച്ചിരിക്കുക. പൊങ്കാലയിടുമ്പോ ഹസ്ബൻഡിന്റെ അടുത്ത് കൂടെ നിൽക്കാൻ പറയണം കേട്ടോ. ഏട്ടൻ പൊങ്കാലയിടുള്ള തീർത്ഥം വാങ്ങിക്കാൻ അവിടെ നിൽക്കുക. ആ ഏട്ടൻ വരുന്നു. ഞാൻ ഫോൺ കൊടുക്കാം മാഡം. ആരാലതേ? സുന്ദരി മേഡമാ. ദാ സംസാരിക്കേ. ഹലോ ഹലോ ലത. ഹലോ മാഡം. ലത, ഹസ്ബൻഡിനോട് ഞാൻ പിന്നെ സംസാരിച്ചോളാം. ഇപ്പൊ പ്രാർത്ഥിച്ച് പൊങ്കാല ചടങ്ങുകൾ നടത്താം. ശരി മാഡം. ആ പിന്നെ അവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കരുത്. എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കൃഷ്ണൻ എന്ന ആളിനെ അന്വേഷിച്ചാ മതി. ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ ഈ പറഞ്ഞ കൃഷ്ണൻ അവിടെ ഓടി എത്തിക്കോളും. കൃഷ്ണൻ എന്നല്ലേ പേര്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി, വയ്ക്കട്ടെ. ഓക്കെ മാഡം. ഏട്ടൻ എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല, നീ വിളക്ക് കത്തിക്ക്. ഇത് അശ്വതിയുടെ വീടല്ലേ? അതെ മേഡം. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഞങ്ങള് കളക്ടർ അല്ലേ സുന്ദരി മാഡം? അത് തന്നെ. അശ്വതിയുടെ ആരാ നിങ്ങള്? അനീത്തിമാരാ. എന്താ നിങ്ങളുടെ പേര്? എന്തിനാ പഠിക്കുന്നേ? ഞാൻ കാർത്തിക, +1. ഞാൻ രേവതി, ഇപ്പൊ 9th. നിങ്ങളുടെ ചേച്ചി ഇല്ലേ ഇവിടെ? ഇല്ല മാഡം, അമ്മയുണ്ട്, വിളിക്കാം. നമസ്കാരം മാഡം. നമസ്കാരം അമ്മ. അശ്വതി എൻട്രൻസ് എക്സാം എഴുതി MBBS പഠിക്കാനിരുന്ന കുട്ടിയല്ലേ? അതൊന്നും ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല സാറേ. പഠിപ്പിക്കണമെന്നും ഡോക്ടർ ആക്കണമെന്നും ഒക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു.
പക്ഷെ കൊക്കിൽ ഒതുങ്ങുന്നതല്ലേ കൊത്താൻ പറ്റൂ.